ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. തലപ്പാറയിൽ കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 30ഓളം പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സാര പരിക്കേറ്റ മറ്റുള്ളവരെ സമീപത്തെ മറ്റു ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ ദേശീയപാത തലപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. റോഡിനോട് ചേർന്ന് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ താഴ്ചയിൽ 10 അടിയോളം താഴ്ചയിലേക്ക് ബസ് മറിയുകയായിരുന്നു. നിർമ്മാണം നടക്കുന്ന റോഡിൽ ലക്സോറ ബാറിന് സമീപം തലപ്പാറ പാലം കഴിഞ്ഞുള്ള വളവിൽ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള വളവിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമടക്കം 30ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. സ്ത്രീകളും കുട്ടികളുമടക്കം ബസ്സിൽ 70-ലേറെ യാത്രക്കാരുണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട സ്വദേശി ഇന്ദുലേഖയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുങ്ങാത്തുകുണ്ട് സ്വദേശികളായ അൻസിയ, റഹ്മത്ത് എന്നിവരെ കോട്ടക്കലിലെ ആശുപത്രിയിലും മറ്റുള്ളവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവർ സഹീർ, കണ്ടക്ടർ ആലപ്പുഴ സ്വദേശി സുരേഷ് എന്നിവർക്കും പരിക്കേറ്റു. ആലുവ ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് ബസ് ഒരു കാറിലും ഇടിച്ചിരുന്നു. ബസ്സിനുള്ളിലും അടിയിലും പെട്ടവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് പുറത്തെടുത്ത് ഉടൻ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് സാരമായി പരിക്കേറ്റവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി. വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. മുഴുവൻ യാത്രക്കാരെയും നാട്ടുകാരുൾപ്പെടെയുള്ളവരാണ് രക്ഷപ്പെടുത്തിയത്. നിരവധി അപകടം നടക്കുന്ന ഈ പ്രദേശത്ത് ഡ്രൈവർമാരുടെ അശ്രദ്ധ അപകടങ്ങൾക്ക് ആക്കം കൂട്ടാറുള്ളത് പതിവാണെന്ന് ആക്ഷേപമുണ്ട്.